ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഒരു തോരനാണ്. അപ്പോൾ നമ്മൾ അധികാരം ഇതൊരു തോരൻ അധികാരം വെക്കാറില്ല, കാരണം ആ ഒരു പച്ചക്കറീൻ്റെ ചവർപ്പ് കാരണം. അപ്പോൾ അതിൻ്റെ പേര് കൊത്തമര എന്നാണ്. എത്ര പേര് വെക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് ഇഷ്ടമുള്ള ആളുകളും ഇതിലുണ്ട്. കൊത്തമര ഇഷ്ടപ്പെടുന്ന, അതിൻ്റെ ചവർപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്. പലരും ഇതിൻ്റെ ചവർപ്പ് കാരണം ഈ തോരനോ അല്ലെങ്കിൽ ഇത് വെച്ച് കറിയോ ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇത് ചവർപ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ചവർപ്പ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റായിട്ടൊരു ചവർപ്പ് വരുന്നുണ്ട്. അത് കഴിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട്, അധികമൊന്നുമില്ല, പക്ഷെ നമുക്ക് സാധാ തോരൻ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് വാങ്ങിക്കാത്തവർ വാങ്ങിച്ച് നോക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, വീഡിയോ കാണാം. ഇതാണ് കൊത്തമര. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇത് കഴിച്ചിട്ടുണ്ടാവും. കഴിച്ചിട്ട് ഇതിന്റെ ചവർപ്പ് കാരണം ഇനി ഇത് വേണ്ടാന്ന് തീരുമാനിച്ചവരും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ വേണ്ട, ഇനി ഇത് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ വിചാരിച്ച് വെച്ച ഒരു വെജിറ്റബിൾ ആണ്. അപ്പോൾ പിന്നെയാണ് ഇതിനെ വേറെ രീതിയിൽ പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ തോരന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് അരിഞ്ഞ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിലടിക്കും. ഒരു വിസിലടിച്ചിട്ട് അതിൽ വരുന്ന വെള്ളം അത് ഊറ്റിക്കളയും. ഇത് നമ്മൾ എന്നിട്ട് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിൽ ഒറ്റ വിസിലടിക്കുള്ളൂ, ഒരേ ഒരു വിസില്. അതേ സമയം തന്നെ ഞാൻ വേറൊരു കുക്കറിൽ കുറച്ച് പരിപ്പ്, തുവരപ്പരിപ്പ്, കറി വെക്കുന്ന സാമ്പാർ പരിപ്പ്, അതും ഒറ്റ വിസില്. അതായത് നമ്മൾ ഓവറായിട്ട് കുക്കാവാനും പാടില്ല, എന്നാൽ വെന്തിട്ടും ഉണ്ടാവണം. അങ്ങനെ ഒരു പാകത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം എൻ്റെ പരിപ്പ് ഇങ്ങനെയാണുള്ളത്. ഇത് വെള്ളത്തിൽ കുതിർത്താതെ പെട്ടെന്ന് തന്നെ കഴുകി കുക്കറിൽ ഒരു വിസിലടിച്ച് അപ്പം തന്നെ വിസില് കളഞ്ഞതാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെയായിട്ട് നമുക്ക് കിട്ടിയത് കേട്ടോ. പരിപ്പിന്റെ വേവ് അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. എന്നിട്ടും അത് ഞാൻ ഊറ്റി വെച്ചു. ഇനി അതിലേക്ക് നാളികേരം വേണം. അപ്പോൾ 1 കപ്പ് നാളികേരം, അതിലേക്ക് 4 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് മുളക് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് കാന്താരി മുളകുണ്ട്, നല്ല ഏറ്റുള്ള മുളകാണ്. അപ്പോൾ ആ ചവർപ്പ് നമുക്ക് ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. അത് ഞാൻ ചതച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് താളിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് നാളികേരം ചതച്ച് വെച്ചതാണ്. അപ്പം ഈ നാളികേരത്തിൻ്റെ പച്ചമണം ഒന്ന് മാറണം, അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കൊത്തമരയിലും പരിപ്പിലും ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നാളികേരത്തിലും കൂടെ കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ കൊത്തമര. ഒരു വിസിലടിച്ച് അത് ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈ ആയിട്ട് വെച്ചു, അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞു. അതുകൊണ്ടാണ് ആ ചവർപ്പ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ആ പരിപ്പ്, ഊറ്റി വെച്ച പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ പരിപ്പ് ഒന്ന് നാളികേരത്തിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഊറ്റി വെച്ചിരിക്കുന്ന കൊത്തമര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് കൊത്തമര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം നന്നായി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വെക്കാം നമുക്ക്. ഇത് ഓൾറെഡി ഇതിൽ വെള്ളമൊക്കെ വറ്റിയതാണ്. അപ്പോൾ ഈ നാളികേരത്തിൻ്റെ സ്മെല്ലും
പരിപ്പിൻ്റെ സ്മെല്ലും ഈ കൊത്തമരയുടെ ഒക്കെ എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കാം. ഇതിനെ ചിലർ പറയും ഉലർത്തിയെടുക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. നമുക്ക് ഇതിനെ സാധാരണ മലബാർ സൈഡിൽ അങ്ങനെ ഉലർത്തിയെടുക്കുക എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല. ഞങ്ങളങ്ങനെ പറയാറില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഇതിനെ ഇപ്പോൾ എൻ്റെ തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കൊത്തമരയുടെ തോരൻ ഉള്ളത്. അപ്പം എൻ്റെ തോരൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പരിപ്പ് ഒരുപാട് വെന്ത് അളിഞ്ഞു പോയിട്ടില്ല. അതേപോലെ തന്നെ കൊത്തമരയും നമ്മൾ ഒരു വിസിലടിച്ചെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. അതൊന്ന് ഒക്കെ വേറെ വേറെ തന്നെ നിൽക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ അതിനാണ് ഇങ്ങനെ ഇളക്കി കാണിച്ചു തന്നത്. അപ്പം എല്ലാം നമുക്ക് വേറെ, അപ്പം എല്ലാം നമുക്ക് അത് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മളിത് സാധാരണ തോരൻ വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാലുള്ള ചവർപ്പ് ഈ തോരനില്ല. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ, നമുക്ക് ഇഷ്ടപ്പെടും കൊത്തമര. അപ്പം പിന്നെ നമ്മളിത് വീണ്ടും കഴിക്കാൻ തുടങ്ങും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട് പറയുക. താങ്ക് യു.